സ്വീറ്റ് ഹോം സീസൺ 2 നാലാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാത്തവർ അത് പോയി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വെൽക്കം ടു ദ മൂവി ടൈം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് രക്ഷപ്പെട്ട ആളുകളെ കൊണ്ട് പട്ടാളക്കാർ തൊട്ടടുത്തുള്ള സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത് വരെയാണ്. അതിനുശേഷം ഇപ്പോൾ 337 ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ എപ്പിസോഡ് 3യുടെ സംഭവ വികാസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുപാട് അങ്ങ് മുന്നോട്ട് പോയി. ഈ എപ്പിസോഡ് നമുക്ക് പുതിയൊരു അനുഭവമായിരിക്കും. നമ്മുടെ സർജന്റ് ഇൻഹാനും ആളുകളും സ്റ്റേഡിയത്തിലെ സുരക്ഷ ഉറപ്പാക്കുകയും എക്സ്പെഡിഷൻ നിരോധിച്ച് കർഫ്യൂ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റേഡിയത്തിന് താഴ്ഭാഗത്താണ് ഇവരെല്ലാം ഇപ്പോൾ താമസിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഹീറോയിൻ കാരണം ഗ്രീൻ ഹോം നിവാസികൾ ആകെ പെട്ടുകിടക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് വരുമ്പോൾ അറിയാം. ഇതിൽ നമ്മൾ ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സിനെയും പരിചയപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ അമ്മയെ പരിചയപ്പെടാം. അവരുടെ മകൻ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചാൻ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് അവരുടെ മകനായ ഓജുൻ തനിച്ചിങ്ങനെ നടക്കുന്നതായും നമുക്ക് കാണാം. ഇത് നമ്മുടെ സർജന്റ് ഇൻഹ്വാനും കാണുന്നുണ്ട്. അവൻ നേരെ പോയിരിക്കുന്നത് പട്ടാളക്കാരുടെ മുറിയിലേക്കാണ്. ഇവനെ കണ്ടതും അവരെല്ലാം അങ്ങ് ഞെട്ടിപ്പോയി. അവൻക്ക് ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം. മോൺസ്റ്റേഴ്സുമായി അവൻക്ക് പോരാടണം. ഇതെല്ലാം കേട്ട് പട്ടാളക്കാർ അവനെ കളിയാക്കുകയാണ്. ഈ ആവശ്യം പറഞ്ഞ് മറ്റു 2 പേരും അങ്ങോട്ട് വരുന്നുണ്ട്, സാങ്ജിനും ഡോങ്കിയും. എന്നാൽ അവർക്കും ഇത് തന്നെയാണ് ഉണ്ടായത്. പിന്നീട് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴെല്ലാം നമ്മുടെ സാങ് നന്നായി തന്നെ വയലന്റ് ആകുന്നുണ്ട്. അവൻക്ക് അവരുടെ പെരുമാറ്റം തീരെ തന്നെ പിടിച്ചിട്ടില്ല. അതേസമയം തന്നെ താഴെയായി നമുക്ക് 2 പേർ നിൽക്കുന്നതായും കാണാം. ഇവർ ശരിക്കും കപ്പിൾസ് ആണ്. സർജന്റ് ചോയും പിന്നെ ജിയും. ജിക്ക് കയ്യിൽ പരിക്കൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിസിൻ ശേഖരിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ മറ്റൊരിടത്ത് നമ്മൾ നേരത്തെ കണ്ട ആ അമ്മയില്ലേ, ആ അമ്മ ഓജുനെ തല്ലുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻക്ക് പുറത്തേക്ക് പോകണം. ഇത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ. പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനും അവിടെയുണ്ട്. എന്നാൽ ഇവൻ എന്തിനായിരിക്കും പുറത്തേക്ക് പോകുന്നത്? അതെ, അമ്മയ്ക്ക് മെഡിസിൻ വാങ്ങാനാണ് അവൻ പുറത്തേക്ക് പോകുന്നത്. നമ്മുടെ സർജന്റ് ചോയുടെ ആവശ്യം തന്നെ. ശരിക്കും ഈ അമ്മയ്ക്ക് ക്യാൻസർ ആണ്. അതെ, ആ അമ്മക്ക് തീരെ വയ്യ. അമ്മയുടെ പല്ലെല്ലാം പറഞ്ഞു പോകുന്നത് കൊണ്ട് അവൻ അതൊരു ബോക്സിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടതും ആ അമ്മയാകെ തളർന്നു പോയി. തന്റെ മകൻ ഇതിനൊക്കെ വേണ്ടിയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് ആ അമ്മ ഇപ്പോഴാണ് അറിഞ്ഞത്. നമ്മുടെ ചാൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് നേരത്തെ നമ്മൾ കണ്ട സാങ്ങും ഡോങ്കിയും ഇനി അവരുടെ അടുത്ത പ്ലാൻ ചീഫ് ജിയുടെ അടുത്തേക്ക് പോകണം. കാരണം ഈ സ്റ്റേഡിയം മുഴുവൻ അവരുടെ കൺട്രോളിലാണ്. മാത്രമല്ല ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അവരെ വലിയ കാര്യമാണ്. ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് അവർ നമ്മുടെ ചീഫ് ജിയെ കാണാൻ പോകുന്നു. അവരുടെ ആവശ്യം ചീഫിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ ചീഫിന് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ട്. ഇതിന് ഉത്തരവാദി നമ്മുടെ ഹീറോയിനുമാണ്. അവളെ ചീഫിന് മുമ്പിൽ ഹാജരാക്കണം. ഈ കാരണം കൊണ്ടാണ് ഗ്രീൻ ഹോം നിവാസികളെ ആളുകൾ ഭയപ്പെടുന്നത്. നമ്മുടെ സൈനികരാണെങ്കിലും മറ്റൊരു പ്രശ്നത്തിലാണ്. അവരുടെ പക്കൽ ബുള്ളറ്റ്സ് കുറവാണ്. അതുമാത്രമല്ല ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു പ്രദേശവുമുണ്ട്. അവിടെ മോൺസ്റ്റേഴ്സ് ഉണ്ടാകുമോ എന്ന് അവർക്ക് അറിയില്ല. ഇതെല്ലാം നോക്കാൻ വേണ്ടി അവരും പുറപ്പെട്ടു. ഇതിനിടയിൽ മറ്റു 2 പേരെ കാണിക്കുന്നുണ്ട്. ചീഫ് ജിയുടെ മകളായ യസീലും പിന്നെ അവളുടെ ഉറ്റ സുഹൃത്ത് സിയോണും. നമ്മുടെ യസീൽ ഒരു പോൺ ഷോപ്പ് ആയിരുന്നു നടത്തിയിരുന്നത്. സിയോങ്ങിനാണെങ്കിലോ പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല. അവളെ എപ്പോഴും പോയി ഇങ്ങനെ ചൊറിയും. ഇതേ സമയത്താണ് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വരുന്നത്. ചീഫിനെ അന്വേഷിച്ചാണ് അവൾ വന്നത്. അതിന്റെ പേരിൽ കുറച്ച് ലിപ്സ്റ്റിക്കും അവൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അമ്മക്ക് ജോലിയുള്ളത് കാരണം തന്നെ ഇപ്പോൾ അവളെ കാണാൻ പറ്റില്ല എന്ന് സിയോൺ പറയുകയാണ്. മാത്രമല്ല തന്റെ ഫാദറിന്റെ പേരും പറഞ്ഞ് അവളെ സിയോൺ കളിയാക്കുന്നുമുണ്ട്. അതായത് ഇവളുടെ ഫാദറിന്റെ കൊലപാതകം അതിപ്പോൾ നമ്മുടെ ഹീറോയിന്റെ തലയിലല്ലേ. എന്നാൽ ഹീറോയിന് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് അവൾ ഒന്നും നോക്കിയില്ല. അവളുടെ തല ആ വെള്ളത്തിലേക്ക് മുക്കിപ്പിടിക്കുകയാണ്. അവിടെ സീൻ കട്ടായി. നമ്മുടെ സ്റ്റേഡിയത്തിലെ ജെൻസിന്റെ എല്ലാം മെയിൻ ഹോബി ചൂതാട്ടമാണ്. അതിൽ നമ്മുടെ ഗ്രീൻ ഹോം നിവാസിയായ സ്യൂയോങ് പീറ്ററായ ഫാദറിന്റെ കൂടെ എപ്പോഴും തോൽക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഹീറോയിൻ എങ്ങോട്ടോ ധൃതി പിടിച്ച് ഓടുകയാണ്. അവളുടെ കൂടെ സാങ്ങും ഡോങ്കിയുമുണ്ട്. ഇവരുടെ പിന്നാലെയാണെങ്കിലോ നമ്മുടെ ഓജുനും. എന്നാൽ ഇവരവനെ കണ്ടിട്ടില്ല. അങ്ങനെ അവളെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിറകിലായി ഇവൻ നിൽക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. അതോടെ നമ്മുടെ സാങ്ങിന് ഒരു ഐഡിയ തോന്നുകയാണ്. ഓജുനെ ഒപ്പം കൂട്ടി അവരുടെ മുൻപിലായി നടത്തിക്കണം. കാരണം വല്ല മോൺസ്റ്റർ എങ്ങാനും മുൻപിൽ ചാടുകയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി. നമ്മുടെ സൈനികരാണെങ്കിലോ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഒരു കാർ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ കാറിലെ ഓയിലും മറ്റുമെല്ലാം അവർ എടുക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് കിട്ടുന്നത് എന്തും. ഇവരാണെങ്കിലോ ഹീറോയിനെ ഫോളോ ചെയ്ത് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അവർക്കൊപ്പം നമ്മുടെ ഓജുനില്ല. നമ്മുടെ ഹീറോയിൻ പോകുന്നതിനിടെയാണ് ഒരു ചുവന്ന റിബൺ കാണുന്നത്. അതോടെ ഒരു ഫ്ലാഷ് ബാക്കും നമ്മൾ കാണുന്നുണ്ട്. ഹീറോയിൻ ഒരു മോൺസ്റ്ററിനെ കൊലപ്പെടുത്തുന്ന ഫ്ലാഷ് ബാക്ക്. ശരിക്കും അത് ചീഫിന്റെ ഹസ്ബൻഡ് ആയിരുന്നു. പിന്നീട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ചുവന്ന റിബൺ മോൺസ്റ്ററിന്റെ കയ്യിലായി കെട്ടിക്കൊടുത്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചീഫിന്റെ ഹസ്ബൻഡ് ഒരു മോൺസ്റ്റർ ആയതുകൊണ്ടായിരുന്നു അവൾ കൊലപ്പെടുത്തിയത്. എന്നാൽ അതൊന്നും ചീഫ് കാണുന്നില്ല. അവളെ എങ്ങനെയെങ്കിലും തീർത്ത് കളയാനാണ് ചീഫിന്റെ
സാങ്ങിന്റെ പ്ലാൻ. അവളെ കണ്ടപാടെ തന്നെ ഇവരും സൂപ്പർ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഓജുൻ ഒരു തോക്കും പിടിച്ച് അവർക്ക് മുന്നിൽ നിൽക്കുന്നത്. അത് കണ്ടപാടെ തന്നെ സാങ് ആ തോക്ക് അവന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സൈനികരുടെ മുൻപിലായി ഒരു മോൺസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ആ മോൺസ്റ്ററിനെ അവർ ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം അത് അപകടകാരിയല്ല, മാത്രമല്ല ബുള്ളറ്റ്സും കുറവാണ്. വല്ല എമർജൻസി സിറ്റുവേഷനും വന്നാൽ ബുള്ളറ്റ്സുകൾ തികയാതെയാകുമോ എന്നും അവർക്ക് പേടിയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ഷൂട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നതും. ആ മോൺസ്റ്റർ പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. അപ്പോഴാണ് ഒരു കോമഡി ഉണ്ടായത്. ആ മോൺസ്റ്റർ ഒരു പട്ടാളക്കാരനെ കണ്ട് തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് സങ്കല്പിച്ച് അയാൾക്ക് പിന്നാലെ പോകുന്നു. ഇത് കണ്ട് മറ്റു സൈനികരെല്ലാം അയാളെ പരിഹസിക്കുന്നുമുണ്ട്. നമ്മുടെ സ്റ്റേഡിയത്തിലെ ഗ്രീൻ ഹോം നിവാസികൾക്ക് ആകെ തലവേദനയാണ്. അതിലെ ആരെ കണ്ടാലും ആ ക്രൈമിന്റെ പേരിൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതേ സമയത്താണ് നമ്മുടെ ചീഫും അങ്ങോട്ട് വരുന്നത്. ആളുകളെല്ലാം ചീഫിന് നല്ല രീതിക്ക് തന്നെ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഇന്നെല്ലാവരും ഔട്ട്സൈഡിൽ പോയി പല വർക്കും ചെയ്യും. ഇത് പറയാനാണ് ചീഫ് ഇങ്ങോട്ട് വന്നത്. ഇവർക്ക് ഒരു നിശ്ചിത ഏരിയയായിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അതിനപ്പുറം പോകുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മുടെ സർജന്റ് ചോയിയെയും കാണിക്കുന്നുണ്ട്. അയാൾ നേരത്തെ മെഡിസിൻ ശേഖരിക്കാൻ വേണ്ടി പുറത്തു പോകുന്നതായി നമ്മൾ കണ്ടിരുന്നില്ലേ? അയാൾ ഇപ്പോഴും ആ യാത്ര തുടരുകയാണ്. ഇതിനുവേണ്ടി തന്റെ ജോലി വരെ അയാൾ രാജിവെച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ നമ്മുടെ ചീഫ് എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആ ഓൾഡ് ലേഡി വരുന്നത്. അവർക്കും ഒന്ന് പുറത്തേക്ക് പോകണം. എന്നാൽ ചീഫ് അതിന് സമ്മതിക്കുന്നില്ല. ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്ത് ആ ഓൾഡ് ലേഡി ചീഫിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. ഇവർ രണ്ടുപേരുമാണെങ്കിലോ പണിയൊന്നും എടുക്കാതെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ യേസിനെ എപ്പോഴും നോക്കുന്നത് ചാനെയാണ്. പുള്ളിക്കാരിക്ക് ചാനോട് ചെറിയൊരു ക്രഷ് ഉണ്ട്. അവളുടെ ഉറ്റ സുഹൃത്ത് സിയോണിനോ ഫാദർ പീറ്ററിനോടാണ് ക്രഷ്. ഇങ്ങനെയെല്ലാം നടക്കുന്നതിനിടെയാണ് നമ്മുടെ ആ ഓൾഡ് ലേഡി ഇല്ലേ, അവർ ആ ഏരിയ വിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുന്നത്. അവിടെ സീൻ കട്ടായി നമ്മുടെ ഹീറോയിനെ തോക്കും കൊണ്ട് ഫോളോ ചെയ്യുന്ന സാങ്ങിനെയും ഡോങ്കിയെയുമാണ് കാണിക്കുന്നത്. ഇതറിഞ്ഞതും നമ്മുടെ ഹീറോയിൻ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. അവരവളെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഭാഗ്യത്തിന് അത് അവളുടെ ശരീരത്തിൽ കൊള്ളുന്നില്ല. ഇതിനിടയിൽ നമ്മുടെ ഓജുൻ നേരെ നടന്നെത്തിയിരിക്കുന്നത് ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. ആ സമയത്താണ് ഏരിയ വിട്ടു പോകുന്ന ഓൾഡ് ലേഡിയെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ചാനും ചീഫ് ജിയും അവരെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് അവരോടൊന്ന് നിൽക്കാൻ വേണ്ടി നമ്മുടെ ചാൻ പറയുന്നത്. കാരണം അവരിപ്പോൾ കാൽ വെച്ചിരിക്കുന്നത് ലാൻഡ് മൈനിലായിരുന്നു. ഇത് കണ്ട് അവർ രണ്ടുപേരും ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇവരെങ്ങാനും അതിൽ നിന്ന് കാലെടുക്കുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കില്ലേ? എന്നാൽ എന്തിനായിരിക്കും അവർ ഓടിപ്പോകാൻ വേണ്ടി ശ്രമിച്ചത്? അതെ, അവരുടെ മകനെ തിരഞ്ഞു തന്നെ. നമ്മുടെ ചാനാണെങ്കിലോ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്ന് കാലിൽ പിടിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊന്ന് സംഭവിച്ചത്. അവരുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നു. ശരിക്കും അവർ മോൺസ്റ്ററായി മാറാൻ വേണ്ടി പോവുകയാണോ? അവിടെ സീൻ കട്ടായി അവരുടെ മകനായ ഓജുനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കയറി ചെല്ലുന്നത് നമ്മൾ കണ്ടതാണ്. പതിയെ അവൻ മുൻപോട്ട് ഇങ്ങനെ പോയി നോക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ കിടന്നുറങ്ങുന്നത് അവൻ കാണുന്നത്. അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ സ്പർശിച്ച് അവൻ ഉണർത്താൻ വേണ്ടി ശ്രമിച്ചതും അവന്റെ അമ്മയെ കുറിച്ചുള്ള പല മെമ്മറികളും അവൻ ഓർത്തു പോകുന്നുണ്ട്. ഇതേ സമയത്താണ് ആ പെൺകുട്ടിയുടെ കണ്ണ് വെള്ള നിറത്തിലാകുന്നത്. അവൾ അവനെ തള്ളി മാറ്റുകയാണ്. തന്റെ ഉറക്കം നശിപ്പിച്ചതിന് അവൾ അവനെ വഴക്കു പറഞ്ഞാണ് അവിടെ നിന്നും പോകുന്നതും. അവൾ കൈവച്ച സ്ഥലത്തായി ഇതുപോലൊന്ന് പ്രത്യക്ഷപ്പെടുന്നതും നമുക്ക് കാണാം. ആ പെൺകുട്ടിയെ നമുക്ക് മിസ്റ്ററി ഗേൾ എന്ന് വിളിക്കാം. ഇതിനിടയിൽ നമ്മുടെ ആളുകളെയെല്ലാം സ്റ്റേഡിയത്തിനകത്തേക്ക് കയറ്റുകയാണ് നമ്മുടെ ചീഫ്. എന്നാൽ നമ്മുടെ യേസിനെ ചീഫ് അകത്തേക്ക് കയറ്റാൻ വേണ്ടി കുറച്ചൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ചാൻ പുറത്തായതുകൊണ്ട് അവൾക്ക് പുറത്തേക്ക് തന്നെ പോകണം. എന്നാൽ അവളുടെ അമ്മയായ ചീഫ് അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ ചാൻ അവരുടെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സർജന്റ് ഇൻഹ്വാൻ അങ്ങോട്ട് വരുന്നത്. അയാൾ ആ ലേഡിയുടെ അടുത്ത് നിന്നും നമ്മുടെ ചാനോട് വിട്ടു നിൽക്കാൻ വേണ്ടി പറയുകയാണ്. കാരണം ആ ലേഡിയുടെ അടുത്ത് നിൽക്കുന്നത് അപകടമാണ്. അവരേത് സമയത്തും ഒരു മോൺസ്റ്റർ ആയി മാറാം എന്നാണ് സർജന്റ് കരുതുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ആ ലേഡിക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കും മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നത്. എന്നാൽ നമ്മുടെ ചാൻ അത് അനുസരിക്കുന്നില്ല. ഒടുവിൽ സർജന്റിന്റെ കടുത്ത റിക്വസ്റ്റ് കാരണം ചാൻ അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. അതിനുശേഷം ഇൻഹ്വാൻ അങ്ങോട്ട് ചെന്ന് ലാൻഡ് മൈൻ വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് വർക്കിംഗ് ആയിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് അവർ നിൽക്കുകയാണ്. ഇവരാണെങ്കിലോ നമ്മുടെ ഹീറോയിനെ തിരഞ്ഞു നടന്ന് ഒരു കാർ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള ഒരു കാറിൽ ഹീറോയിൻ ഇരിക്കുന്നതായും നമുക്ക് കാണാം. അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് അവർ ഹീറോയിനെ കാണുന്നത്. അതോടെ ഹീറോയിൻ സാങ്ങിനെ കിക്ക് ചെയ്തിട്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. അവൾ നേരെ പോകുന്നത് തൊട്ടപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്കാണ്. ആ ബിൽഡിങ്ങിനുള്ളിൽ മോൺസ്റ്റേഴ്സും ഉണ്ട്. എന്നാൽ ഇവൾ അതൊന്നും കാണുന്നില്ല. അപ്പോഴേക്കും അവളെ തിരഞ്ഞ് ഇവരുമെത്തി. അവൾ മുകളിലേക്ക് ചെന്നതിന് ശേഷം പതിയെ ബാലൻസ് ചെയ്ത് ഇതിലൂടെ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും അപ്പുറത്തേക്ക് എത്തണം. ആ സമയത്താണ് താഴെ നിൽക്കുന്ന നമ്മുടെ സാങ്ങും ഡോങ്കിയും ഒരു കാഴ്ച കാണുന്നത്. ഒരു പെൺകുട്ടി ഇങ്ങനെ വീണ് കിടക്കുന്നു. അത് ഹീറോയിൻ ആണെന്ന് കരുതി അവർ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ സൗണ്ട് എല്ലാം കേട്ട് ബാലൻസ് തെറ്റി നമ്മുടെ ഹീറോയിൻ താഴേക്ക് വീഴുന്നത്. ഇവരാണെങ്കിലോ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പതിയെ നടന്നു പോവുകയാണ്. അവളെ കണ്ട് നമ്മുടെ ഡോങ്കി ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചതും അതെ, നേരത്തെ നമ്മൾ കണ്ടതുപോലെ അവളുടെ കണ്ണുകളെല്ലാം വെള്ള നിറത്തിലാവുകയാണ്. അതെ, അവൾ ആ മിസ്റ്ററി ഗേൾ ആണ്. പെട്ടെന്ന് തന്നെ അവൻ എണീറ്റ് നമ്മുടെ സാങ്ങിനെ പോയി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി
വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവന്റെ കണ്ണുകളും മുഴുവനായി മാറിയിരുന്നു. എന്നാൽ നമ്മുടെ സാങ് അവനെ ഷൂട്ട് ചെയ്തിടുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിനെയും തപ്പി പോകാൻ നിന്നതും പിറകിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. അതേ നമ്മുടെ ഡോങ്കി പതിയെ എഴുന്നേൽക്കുകയാണ്. അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവൻ ഒരു മോൺസ്റ്ററിനെ പോലെ നമ്മുടെ സാങ്ങിനെ ആക്രമിക്കാൻ വേണ്ടി വന്നതും അവിടെ സീൻ കട്ടായി. നമ്മുടെ സൈനികരെയാണ് കാണിക്കുന്നത്. അവരിപ്പോഴാണ് സർജന്റ് ജോയ് മിസ്സിംഗ് ആണെന്ന് അറിയുന്നത്. അതായത് അവൻ നേരത്തെ പുറത്തു പോകുന്നത് നമ്മൾ കണ്ടതല്ലേ. അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ഒരു സൈനികൻ പറയുമ്പോൾ മറ്റൊരു സൈനികൻ അവനെ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ സൈനികനെ നിരാശപ്പെടുത്തുകയാണ്. ഇത് കാരണം തന്നെ അവർ രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ ലാൻഡ് മൈനിൽ നിൽക്കുന്ന നമ്മുടെ ഓൾഡ് ലേഡിയെ സർജന്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചാൻ ഒരു വണ്ടി അടുത്ത് അവർക്ക് നേരെ വരുന്നത്. പിന്നീട് അതിൽ നിന്നും ചാൻ പുറത്തേക്ക് ചാടുന്നു. അങ്ങനെ ഇവർക്ക് നേരെയാണ് ഇപ്പോൾ വണ്ടി വരുന്നത്. അവരുടെ തൊട്ടടുത്ത് എത്തിയതും സർജന്റ് ഓൾഡ് ലേഡിയെയും പിടിച്ച് അപ്പുറത്തേക്ക് ചാടുകയാണ്. അതെ, ആ ഓൾഡ് ലേഡിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ ചെയ്ത ഒരു അടിപൊളി പ്ലാൻ. അതിനുശേഷം നമ്മുടെ സർജന്റ് ഓൾഡ് ലേഡിയെയും എണീപ്പിച്ച് നിർത്തി അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ലാൻഡ് മൈൻ പൊട്ടിത്തെറിക്കുകയാണ്. ഇത് നമ്മുടെ സൈനികരും കേൾക്കുന്നുണ്ട്. തൽക്കാലം അവർ സർജന്റ് ചോയുടെ കാര്യം വിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിനെ കാണുന്നത്. അവൾക്ക് ചുറ്റും ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ട്. എന്ത് ചെയ്തിട്ടും അവളെ വിട്ടു പോകുന്നുമില്ല. പെട്ടെന്നാണ് തന്റെ തൊട്ടടുത്തുള്ള കോണിപ്പടികൾ അവൾ ശ്രദ്ധിക്കുന്നത്. പിന്നീട് അവൾ ഒന്നും നോക്കിയില്ല. അതിനു നേരെ കുതിച്ച് മുകളിലേക്ക് ഓടിപ്പോവുകയാണ്. അവളുടെ തൊട്ടു പിന്നാലെ തന്നെ മോൺസ്റ്റേഴ്സും ഉണ്ട്. എന്നാൽ അവൾ എങ്ങനെയൊക്കെയോ അവരുമായി പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ അവൾ കുറച്ചു മുകളിൽ എത്തിയതും അവൾ ആകെ ടയേർഡായി. അപ്പോഴേക്കും ഒരു മോൺസ്റ്റർ അവളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. മോൺസ്റ്ററുമായി പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് കഴിയുന്നില്ല. ആ മോൺസ്റ്റർ അവളെ കടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ മോൺസ്റ്റേഴ്സും താഴേക്ക് വീഴുന്നു. ശരിക്കും അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചത്? ഇതേ സമയത്ത് ഡോർ തുറന്നാരോ പുറത്തേക്ക് പോകുന്നതായും അവൾ കാണുന്നുണ്ട്. അവൾ തന്റെ ബ്രദർ ആണെന്ന പ്രതീക്ഷയോടെ പുറത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നാൽ അവിടെ ആരെയും കാണാനില്ല. ഇത് നീയാണെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നെ എന്തിനാണ് നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്നും പറഞ്ഞ് അവൾ ആ മഴയത്ത് പൊട്ടിക്കരയുകയാണ്. എന്നാൽ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്താണ് ആ മിസ്റ്ററി ഗേൾ അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവളുടെ കൂടെയായി നമ്മുടെ ഡോങ്കിയും ഉണ്ടായിരുന്നു. മാത്രമല്ല ആ സസ്പെൻസ് നിറഞ്ഞ ചുവന്ന റിബണും അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന നമ്മുടെ ഹീറോയിനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. സോ ഗൈസ്, എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.